Hi, in this video we are going to discuss the objectives resolution by Pandit Jawaharlal Nehru. Friends, let's discuss the essay questions. Here is essay question number 1. What is the objectives resolution? What were the ideals presented in the objectives resolution? This is the question. ചോദ്യം നോക്കിയേ, എന്താണ് ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ? ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിലൂടെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഉന്നതമായിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ചോദ്യം. Friends, here is paragraph number 1. Jawaharlal Nehru was the first and the longest Prime Minister of India. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഏറ്റവും കൂടുതൽ നാൾ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നയാളുമാണ്. He was a multi-faceted personality and an exemplary writer. ഒരു ബഹുമുഖ പ്രതിഭയും ഒരു മികച്ച എഴുത്തുകാരനുമായിരുന്നു ജവഹർലാൽ നെഹ്റു. Nehru presented the objectives resolution in the Constituent Assembly on the 13th of December 1946, which is the 5th day of its first session. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യത്തെ സെഷന്റെ 5ാം ദിവസം, അതായത് 1946 ഡിസംബർ 13-നാണ് ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു അവിടെ അവതരിപ്പിക്കുന്നത്. Well, this is the first introductory paragraph. Now take a look at paragraph number 2. The objectives resolution was a declaration containing the guiding principles for drafting the Constitution of India. ഇനി എന്താണ് ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ? അത് ഒരു പ്രഖ്യാപനമായിരുന്നു. എന്ത് പ്രഖ്യാപനം? സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി എഴുതി തയ്യാറാക്കാൻ തുടങ്ങിയ ഭരണഘടനയിൽ ഉണ്ടായിരിക്കേണ്ട മൂല്യങ്ങളും പ്രധാനപ്പെട്ട തത്വങ്ങളും അടങ്ങിയ ഒരു പ്രഖ്യാപനം. The preamble to the Indian Constitution was based on this resolution. ഈ റെസൊല്യൂഷൻ, അതായത് ഈ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായ പ്രിയാമ്പിൾ തയ്യാറാക്കിയിരിക്കുന്നത്. The objectives resolution contained the following ideals to steer the destiny of independent India. നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ശോഭനമായ ഭാവിയുടെ ഗതിവിഗതികൾ നിയന്ത്രിക്കാനായി ഇനി പറയുന്ന തത്വങ്ങളാണ് ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ ഉണ്ടായിരുന്നത്. ഓർക്കണം, ഈ സുവർണ തത്വങ്ങൾ 8 എണ്ണമുണ്ട്. Well, this is paragraph number 2. Now take a look at paragraph number 3. First, India should be an independent sovereign republic and have a written constitution. ആദ്യമായി ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയിരിക്കണം. തന്നെയുമല്ല, അതിന് എഴുതപ്പെട്ട ഒരു ഭരണഘടനയും ഉണ്ടായിരിക്കണം. Then India should be a union comprising states. അതായത് സംസ്ഥാനങ്ങൾ ചേർന്നുള്ള ഒരു യൂണിയൻ ആയിരിക്കണം നമ്മുടെ ഭാരതം. Next, the states shall be autonomous units that exercise all powers except those vested in the union. അതായത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങൾ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനങ്ങളായിരിക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ. Then all powers of independent India should flow from its people. അതായത് സ്വതന്ത്ര ഭാരതത്തിന്റെ എല്ലാ അധികാരത്തിന്റെയും ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് അതിലെ ജനങ്ങളായിരിക്കണം. നമുക്കറിയാമല്ലോ, അതാണ് ജനാധിപത്യം. After that, all Indians must be guaranteed legitimate rights, equality and freedom. നിയമാധിഷ്ഠിതമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും തുല്യതയും സ്വാതന്ത്ര്യവും എല്ലാ ഭാരതീയർക്കും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും. The minorities, the backward and the tribal classes must be well protected. ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ഗോത്രവർഗ്ഗക്കാർ അതായത് ആദിവാസികൾ തുടങ്ങിയ അവശ വിഭാഗങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം. Then the territorial integrity of India would be preserved. ഇന്ത്യ മഹാരാജ്യത്തിന്റെ അതിർത്തികൾ നന്നായി സംരക്ഷിക്കും. And finally, India would work for world peace and human welfare. അവസാനമായി, ലോക സമാധാനത്തിനും മനുഷ്യരാശിയുടെ ക്ഷേമത്തിനും വേണ്ടി സ്വതന്ത്ര ഭാരതം പ്രവർത്തിക്കും. ഈ 8 സുവർണ തത്വങ്ങളാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ ഉണ്ടായിരുന്നത്. Friends, this is paragraph number 3. Now take a look at the last paragraph, paragraph number 4. To Jawaharlal Nehru, the objectives resolution was something much more than a resolution. നെഹ്റുവിനെ സംബന്ധിച്ച് ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ഒരു സാധാരണ പ്രമേയമായിരുന്നില്ല. പിന്നെയോ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള മറ്റെന്തൊക്കെയോ ആയിരുന്നു. It was a declaration, a pledge, an undertaking and a dedication. അതൊരു പ്രഖ്യാപനമായിരുന്നു, ഒരു പ്രതിജ്ഞയായിരുന്നു, ഒരു കരാറായിരുന്നു, ഒരു സമർപ്പണമായിരുന്നു. It was throbbing with human spirit. ഈ റെസൊല്യൂഷനിൽ ഒരു ജീവാത്മാവിന്റെ ഹൃദയത്തുടിപ്പ് നമുക്ക് അനുഭവപ്പെടും. The resolution in fact contained a nation's passion and dream. വാസ്തവത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ മുഴുവൻ വികാരവും സ്വപ്നവും ഈ റെസൊല്യൂഷനിൽ അടങ്ങിയിരുന്നു. Well friends, this is the first essay from the objectives resolution. Thank you very much for watching this video. I'll see you again soon. Bye bye.